ലോക റാങ്കിങ്ങിൽ 27ാമത്തെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പ്രശസ്ത ടെന്നീസ് താരം സാനിയ മിഴ്സയുടെ കൈത്തണ്ടയ്ക്ക് ഗുരുതരമായ ഒരു പരിക്കേറ്റത്. സാനിയയുടെ കരിയറിന്റെ അവസാനമാകുമെന്ന് പല ആളുകളും ഭയന്നു. അപകടത്തെ തുടർന്ന് ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെന്റുകളിൽ നിന്ന് സാനിയ മിഴ്സയ്ക്ക് പിന്മാറേണ്ടി വന്നു. എന്നാൽ ശാരീരികവും വൈകാരികവുമായ വെല്ലുവിളികൾക്കിടയിലും ടെന്നീസിനോടുള്ള അഭിനിവേശം ഉപേക്ഷിക്കാൻ സാനിയ തയ്യാറായില്ല. ടെന്നീസ് ഇല്ലെങ്കിൽ സാനിയയില്ല, സാനിയില്ലെങ്കിൽ ടെന്നീസിൽ, ആ ഒരു മനോഭാവത്തിൽ അവർ മുന്നോട്ട് പോയി. സിംഗിൾസിൽ നിന്ന് ഡബിൾസിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒടുവിൽ അവരുടെ കഠിനാധ്വാനവും തിരോത്സാഹവും ഫലം കണ്ടു എന്ന് വേണമല്ലോ പറയാൻ. 2015 മാർട്ടിന ഹിംഗിസുമായി ചേർന്ന് സാനിയ വിംബിൾഡൺ വനിതാ ഡബിൾസ് കിരീടം നേടി. വനിതാ ഡബിൾസിൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി സാനിയ മിഴ്സ മാറുകയും ചെയ്തു. പിന്നീട് വനിതാ ഡബിൾസിൽ ലോകത്ത് 1ാം സ്ഥാനക്കാരിയുമായിട്ട് സാനിയ മിഴ്സ മാറി. അതിജീവനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സാനിയ സ്ഥിരം പറയുന്ന ഒരു വാചകമുണ്ട്. നമുക്കത് നല്ലപോലെ നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് നല്ല ദിവസങ്ങളും മോശ ദിവസങ്ങളും ഉണ്ട്. നമ്മൾ തോറ്റാലും ജയിച്ചാലും അടുത്ത ദിവസം തിരിച്ചു വന്ന് വീണ്ടും ശ്രമിച്ച് കൂടുതൽ മികച്ചവരാകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് സാനിയ മിഴ്സ പറയുന്നത്. ജീവിതത്തിൽ തീർച്ചയായിട്ടും ഗുഡ് ആൻഡ് ബാഡ് ഡേയ്സ് ഉണ്ട്, നല്ലതുണ്ട് ചീത്തയുണ്ട്. അപ്പോൾ ചീത്ത ദിവസങ്ങൾ മാത്രമേ വരൂ എന്ന് ഭയന്ന് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. നല്ല ദിവസം ഒരു ദിവസം വരും. ഈ പ്രതിസന്ധിയും കടന്നു പോകുമെന്ന് മലയാളികൾ പറയില്ല. അതേപോലെ ഒരു നല്ല ദിവസവും വരുമെന്ന ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കില്ല. ജീവിതത്തിൽ വെല്ലുവിളികളും തിരിച്ചടികളും ഉണ്ടാകുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. എന്നാൽ തോൽവികളോട് പൊരുത്തപ്പെടാനും അങ്ങനെ അതിജീവിക്കാനും ശ്രമിച്ചാൽ വിജയം നമുക്കൊപ്പം ഉണ്ടാകും. പരാജയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. വിജയിയേക്കാളും പഠിക്കേണ്ടത് പരാജിതനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ, അധ്വാനിച്ചാൽ, കഠിനാധ്വാനം ഉണ്ടായാൽ, ആത്മാർത്ഥത ജോലിയിലുണ്ടായാൽ, പ്രവർത്തനത്തിലുണ്ടായാൽ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തെത്തും. അപ്പോൾ ഏതെങ്കിലും പരാജയം ഏറ്റുവാങ്ങി ഇങ്ങനെ ഇനിയിപ്പോൾ കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറുക. നിങ്ങളുടെ വഴി ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. യാത്ര തുടങ്ങിക്കോളൂ.